എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈലക്കാടാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടല്ലോ, ഈ നെറ്റിപ്പട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്സവമൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ? അപ്പോൾ ഉത്സവ സീസണൊക്കെ അടുക്കാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ നെറ്റിപ്പട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ആൾ തുഷാരയാണ് ഈ ഒരു വലിയ നെറ്റിപ്പട്ടത്തിൻ്റെ ആൾ. നെറ്റിപ്പട്ടം ഉണ്ടാക്കിയ ഒരുപാട് നെറ്റിപ്പട്ടങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ സെയിൽ നടത്തുന്ന ഒരു പെൺകുട്ടി കാണാനാണ് ഞാൻ വന്നത്. ഞാൻ ഏതായാലും ഒരു നെറ്റിപ്പട്ടം ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുഷാരയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് തുഷാര ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ബിസിനസ്സിലേക്ക് എത്തിയത് നമുക്ക് തുഷാരയോട്. ഇവിടെയുള്ളത് തുഷാരയാണ്. തുഷാരയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് തുഷാരയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. തുഷാര കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ നെറ്റിപ്പട്ടമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഒത്തിരി വൈറലായിരുന്നു വീഡിയോസൊക്കെ. ഒരു പെൺകുട്ടി ഈ നെറ്റിപ്പട്ടം ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെ റെയറായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ്. എന്തായിരുന്നു തുടക്കം മുതൽ മനസ്സിൽ? തുടക്കം ഒരു സംരംഭം എന്ന നിലയിലാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ ആദ്യമേ 1-2 ചെയ്തതിന് ശേഷം ഇതേപോലെ ചാനലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി. അങ്ങനെ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തോട്ടും, അതായത് ഇന്ത്യക്ക് പുറത്തോട്ടും എനിക്ക് നല്ല രീതിയിൽ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ച് എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു ഷോപ്പ് എന്ന നിലയിലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഷോപ്പ് എടുത്ത് നെറ്റിപ്പട്ടവും കൂടെ ഈ കാണുന്ന ഫാൻസിയും കാര്യങ്ങളും സ്റ്റിച്ചിങ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഷോപ്പ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ശരിക്കും നെറ്റിപ്പട്ടം ഇത് എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു അടിക്കണക്കാണോ, എങ്ങനെ സെൻറ്റിമീറ്റർ ആണോ, എന്താ ഇതിൻ്റെ? ഇത് അടിക്കണക്കാണ്. അതായത് 1 അടി മുതൽ നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇതിപ്പം 1.5 അടിയാണ്. ഇത് 1.5 അടിയാണ്. ഈ 1.5 അടി എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ ദൈവങ്ങളെ സങ്കല്പിച്ച് ചെയ്യുന്ന ഓരോ വർക്കുകളാണ് എല്ലാം ചെയ്യുന്നത്. മൂലഗണപതി മുതൽ പഞ്ചഭൂതങ്ങൾ, അഷ്ടദൈവങ്ങൾ, ത്രിമൂർത്തികൾ, ദേവിമാർ, ഇങ്ങനെ സങ്കല്പിച്ചാണ് നമ്മൾ ഓരോ ചെയ്യുന്നത്. ഓക്കെ. ഇത് ശരിക്കും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ നമ്മുടെ അല്ലേ ആ ഒരു ആനയുടെ നെറ്റിപ്പട്ടം പോലെ തന്നെ രീതിയിലാണ് ഈ ചെയ്തേക്കുന്നത്. ഭയങ്കര രസമുണ്ട് ചെയ്തേക്കുന്ന വർക്ക് കാണാൻ. അപ്പോൾ ഇത് എത്ര സമയം എടുക്കും ഇതുപോലെ വർക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ? ഇത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ടൈമാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നത് പോലെ ആ ഒരു സമയമാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിയും ശുദ്ധിയോടെ ഇരുന്നിട്ട് വേണം. ശരിക്കും ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. വീടിന് അലങ്കാരമായിട്ടാണല്ലേ പലരും കൊണ്ടുപോകുന്നത്. പിന്നെ അമ്പലങ്ങളിൽ നിന്ന് ഓർഡർ വരാറുണ്ടോ? അമ്പലങ്ങളിൽ നിന്ന് ഓർഡർ വരാറുണ്ട്. ആലവട്ടം ഒരു 5 എണ്ണം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ല, പുത്തൂർ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടായിരുന്നു, എടുപ്പുതിരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യം കിട്ടിയത് എനിക്കും ഹസ്ബൻഡും കൂടാണ്. ഹസ്ബൻഡ് ആദ്യമായിട്ട് ചെയ്തതും അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ഓരോ എങ്ങനെ ഭൂതഗണങ്ങളെ കുറിച്ച് എങ്ങനെ ഇതൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് ഇതിനകത്ത് എല്ലാം ഞാൻ വെച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മളിപ്പം അഷ്ടദൈവങ്ങളും ദേവിമാരും ത്രിമൂർത്തികളും മൂലഗണപതി അങ്ങനെ വെച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്. ഇത് എല്ലാം കൂടെ ഉള്ളത് ഒരെണ്ണം ഞാൻ കാണിക്കാം. എല്ലാം കൂടെ വരുന്നത് ഒരെണ്ണം കാണിക്കാം, വലുതൊരെണ്ണം കാണിക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ആരാണ് നെറ്റിപ്പട്ട നിർമ്മാണം എന്ന് പറഞ്ഞൊരു സംരംഭത്തിലേക്ക് കൊണ്ടുവന്നത്? ആരാണ്? എങ്ങനെയായിരുന്നു ഈ സംരംഭം? അല്ലെങ്കിൽ പഠിക്കാനോ എങ്ങനെയായിരുന്നു? നെറ്റിപ്പട്ടം എനിക്ക് ഈ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോടുകൂടി ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോഴാണ് കൊട്ടിയത്ത് ഇങ്ങനെ കാനറ ബാങ്കിൻ്റെ RECT എന്ന് പറയുന്നൊരു എല്ലാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെയും എല്ലാവർക്കും പഠിക്കാം, ജെൻസും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 വർഷം മുന്നേ പോയി പഠിച്ചത് ഒരു കാര്യം. കുറച്ച് നാളുകൾക്ക് ശേഷം, ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. എൻ്റെ കുഞ്ഞമ്മ അതെ ഓപ്പണായി. ഈ ബുധനാഴ്ച, അതായത് ഡിസംബർ 11-ാം തീയതി ആയിരുന്നു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു റേറ്റും കൂടെ ഒന്ന് പറയാമോ? ഇത് നമുക്ക് 1.5 അടിയാണ്. 1.5 അടിക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1800 ആ ഒരു റേഞ്ചാണ്. പിന്നെ 2.5 അടി ആകുമ്പോഴത്തേക്ക് 4500. ഈ ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ്? മെറ്റീരിയൽസ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് ആണ് നമ്മൾ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നത്. നമുക്ക് ഇപ്പം കൊല്ലത്ത് കിട്ടാവുന്ന സ്ഥലമുണ്ട്. എന്നിരുന്നാലും
നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എത്ര 1500 രൂപ? ഇത് 1800. 1800. പിന്നെ ഇതിൽ മേലോട്ടാണല്ലോ, തുടക്കം 1.5 അടി തന്നെ നമ്മൾ 2 ടൈപ്പാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എല്ലാ ഗണങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു 1800 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ പഞ്ചഭൂതങ്ങൾ, അഷ്ടദൈവങ്ങൾ, ത്രിമൂർത്തികൾ എല്ലാം വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് 2500 ആ ഒരു റേഞ്ചാണ്. ഇത് രണ്ട്. അതെ. അപ്പോൾ ഇതിൽ ശരിക്കും അതും ഇതും തമ്മിൽ വ്യത്യാസം ഇല്ലെങ്കിലും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗണങ്ങളും ദൈവങ്ങളുടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് നമ്മൾ ആ റേറ്റ് ഉത്സവ സീസൺ വരുമ്പോൾ ശരിക്കും നന്നായിട്ട് ബിസിനസ് തിരക്കാവും. ഓക്കെ. അപ്പം ഏതായാലും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പം തുഷാരയുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നെറ്റിപ്പട്ട നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്രാഫ്റ്റ് വർക്കിൽ ഏറ്റവും റെയറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് പെൺകുട്ടികളൊക്കെ ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം തുഷാര, എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി വർക്ക്. എന്തായാലും ഞാനും ഒരെണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടുന്ന്. പിന്നെ അതോടൊപ്പം തന്നെ ഉത്സവ സീസണൊക്കെ വരികയാണ്. അപ്പോൾ ഇത്തരം വീടിന് അലങ്കാരമായിട്ട് മാത്രമല്ല ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ ഈ ഒരു വർക്ക്, ഈ നെറ്റിപ്പട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് വരെ ഇവിടുന്ന് ലഭിക്കുന്നതാണ്. പഠിപ്പിക്കുന്നുണ്ട് നെറ്റിപ്പട്ട നിർമ്മാണത്തിനെ കുറിച്ച്. അപ്പോൾ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എൻക്വയറിക്കും നമുക്ക് തുഷാരയെ കോൺടാക്ട് ചെയ്യാം.